ഏറെ ആദരണീയനായ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടകൻ ഗോപു തോന്നക്കൽ, ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഫ്രറ്റേണിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ അമരക്കാരൻ സഫീർ ഷാ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എൻ്റെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, ഏവർക്കും സാഹോദര്യ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ ഏപ്രിൽ 14-ാം തീയതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയുടെ ജന്മദിന ദിവസമാണ്. ആ ജന്മദിന ആഘോഷമാണ് വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ ഫ്രറ്റേണിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഇവിടെ വളരെ ആഘോഷപൂർവം അംബേദ്കർ നൈറ്റ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് പരിപാടികൾക്ക് വേണ്ടി കുട്ടികൾ കലാപരിപാടികൾക്ക് വേണ്ടി ഒരുങ്ങി ഒക്കെ വന്നിട്ടുണ്ട്. സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പ്രിയമുള്ളവരുടെ 1-2 വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ നാട് നമുക്കറിയാം ഒരു പൂന്തോട്ടം പോലെയാണ് എന്നൊക്കെ പ്രഭാഷകർ ഇങ്ങനെ പറയാറുണ്ട്. ഒരു പൂന്തോട്ടത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള പുഷ്പങ്ങളുണ്ടാവും. ആ ഒരു പൂന്തോട്ടം പോലെയാണ് നമ്മുടെ രാജ്യം എന്ന് വളരെ അഭിമാനത്തോടു കൂടി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് മറ്റൊരു വിശേഷണമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടന ബഹുമാന്യനായ ഭരണഘടനാ ശില്പിയുടെ ഏറ്റവും വലിയ ഒരു കണ്ടെത്തൽ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി എന്നല്ല അദ്ദേഹം പറഞ്ഞത്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്. വ്യത്യസ്തതകളിൽ ഒന്നാണ്. നമ്മുടെ രാജ്യം ഒരു പൂന്തോട്ടം പോലെയാണ് എന്ന് ഭരണഘടനയും നമ്മോട് വളരെ ഭംഗിയായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അംബേദ്കറെ, ഈ ഭരണഘടനാ ശില്പിയെ ഇന്ന് നമുക്കറിയാം 2014 മുതൽ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് സംഘപരിവാർ സർക്കാർ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ ഓരോന്നോരോന്നായി ഇങ്ങനെ എടുത്തു കളഞ്ഞുകൊണ്ട് രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം അതിൻ്റെ എത്രമാത്രം ബീഭത്സമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ ആ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അംബേദ്കറുടെ ഓരോ അടയാളങ്ങൾ പിഴുതെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലകളിലൊക്കെ പത്രമാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടു അംബേദ്കറെ, അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ, അദ്ദേഹത്തിൻ്റെതായ സ്തൂപങ്ങളൊക്കെ UP-യിലടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തച്ചുടച്ചുകൊണ്ടിരിക്കുകയാണ് ഫാസിസ്റ്റ് സർക്കാർ. അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന ഇനി രാജ്യത്തിന് വേണ്ടതില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, RSS എന്ന് പറയുന്ന സംവിധാനം 1925 രൂപീകൃതമാവുകയും 100 വർഷം കൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും എന്ന് പ്രഖ്യാപിച്ച് രൂപം കൊണ്ട RSS ആ 100 വർഷം പൂർത്തീകരിക്കുന്ന വർഷമാണ് ഇവിടെ 2025 എന്ന് പറയുന്നത്. ഇതോടുകൂടി ഇന്ത്യ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകണം എന്നാണ് അവരുടെ ആ കാലഘട്ടത്തിലെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പോവുകയാണ്. അതാണ് ഓരോരോ നിയമ ഭേദഗതികൾ. വഖഫ് നിയമ ഭേദഗതി അതിൻ്റെ അവസാനത്തെ ഒരു അടയാളമാണ്. നമുക്ക് ചില ആശ്വാസമൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കരുതിയിട്ടുണ്ടായിരിക്കും അത് ആശ്വാസം മാത്രമാണ്. പ്രിയമുള്ളവരെ, വഖഫ് ഭേദഗതി എന്ന് പറയുന്നതിൽ ആ ബില്ലിന് സുപ്രീം കോടതിയിൽ പരമോന്നത നീതിപീഠം ചെറിയൊരു ആശ്വാസം നൽകി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചില വളരെ ചെറിയ ചിറകുകൾ അരിഞ്ഞുകൊണ്ട് ആ ഒരു സംവിധാനത്തെ നമ്മുടെ രാജ്യത്ത് നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ അംബേദ്കറുടെ ഈ അഭിലാഷങ്ങളെ,
ഈ രാജ്യത്തെ ദലിത് പിന്നോക്ക സമുദായങ്ങൾക്ക്, അതുപോലെ തന്നെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, ഈ രാജ്യത്തെ അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് ആശ്വാസവും അവർക്ക് വളരെയധികം വളരെ സന്തോഷത്തോടു കൂടി ഈ രാജ്യത്ത് ജീവിക്കുവാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. രാജ്യത്തെ നമ്മളുടെ മൂല്യങ്ങളെ, ഓരോരോ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കറിയാം. പക്ഷേ പ്രിയമുള്ളവരെ, ഇനി നമുക്കത് ആഘോഷിക്കുവാൻ, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ, ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ പോലും നമുക്കിനി കഴിയുകയില്ല എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നത് നമ്മുടെ പാർലമെൻറ്റിൽ നമുക്കറിയാം, നമ്മളുടെ ബഹുമാന്യനായ നമ്മളുടെ പാർലമെൻറ്റിൽ തന്നെ പ്രഖ്യാപനം നടത്തിയ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം നമ്മൾ കേട്ടതാണ്. എവിടെ നോക്കിയാലും ഒരു സ്ലോഗാൻ അംബേദ്കർ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അംബേദ്കർ അംബേദ്കർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന നേരം ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഏഴ് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയും. അത് ആ പരിപാടി നിർത്തിയിട്ട് ദൈവത്തിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ എന്നൊക്കെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട്, വെൽഫെയർ പാർട്ടിയുടെ പ്രത്യേകമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, ഏറനാട് മണ്ഡലത്തിൻ്റെ പ്രത്യേകമായ ആശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഫ്രറ്റേണിറ്റി, ജയ് വെൽഫെയർ പാർട്ടി.